അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് നമ്മൾ കോട്ടയ്ക്ക് പോവുകയാണെങ്കിൽ ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കണ്ടില്ലേ. ഇപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ നല്ല വെറൈറ്റി ഓട്ടോറിക്ഷയാണ്. നമ്മളിവിടെ ഇവിടുത്തെ ഫുഡ് നമുക്കത്ര ഇഷ്ടമായില്ല. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് നല്ല ഹോട്ടലൊക്കെ ഉണ്ടെന്ന് പറയണേ. ആ ഭാഗത്തല്ലേ സ്റ്റേഷനുള്ളത്? അവിടെ അല്ലല്ലേ? ചെറിയ ഗ്രാമപ്രദേശമാണ് കിട്ടുന്നത് കേട്ടോ. സ്കൂളാണ് ഇവിടെ ഈ ഭാഗത്ത് കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ വേറൊരു ഏരിയയിൽ എത്തിയിട്ടാണ്. അവിടെ നിന്ന് ഇപ്പോൾ സൈലൻ്റ് ഏരിയ തന്നെയാണ്. ഇല്ലേ, ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങും കേട്ടോ. ഒരു വീട്ടിലെ ഫുഡാണ് നമ്മൾ കഴിച്ചത്. ഗൈസ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗോവയിലാട്ടോ. ഗോവയിൽ മിർജിൻ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മിർജിൻ കോട്ട കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അടിപൊളി പ്ലേസാണ് അത്. ഒരു വെറൈറ്റി ടിപ്പുവിൻ്റെ ഒരു കോട്ട പോലത്തെ കോട്ടയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ കണ്ടൽ വെച്ചിട്ട് ഒരു വെറൈറ്റി പോലത്തെ ഒരു കോട്ട കേട്ടോ. നമുക്ക് ഇനി അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാം. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് തന്നെ നമുക്ക് കാണാണ്ട്. ഈ ഗോവയിലുണ്ടല്ലേ, അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ഏരിയ കേട്ടോ അത്. കർണാടകയിലാണ് ഈ സംഭവം കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞടാ? എന്താ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു? അതല്ല, ഈ സ്ഥലത്തിനൊരു പേരുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് കുംട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഏകദേശം അത് കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ. നല്ല വെറൈറ്റി ലുക്ക് തന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ ചോദിക്കണം. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് നമുക്ക് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയുന്നില്ല. നമുക്ക് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ എൻട്രൻസിലെത്തിയിട്ടാണ്. കണ്ടില്ലേ, എൻട്രൻസിന് കണ്ടില്ല, നല്ല അടിപൊളി ലുക്കാണ്. കണ്ടില്ലേ, ഫുള്ള് വെട്ടുകല് കണ്ടില്ലേ. എൻട്രൻസ് കേട്ടോ. ടിക്കറ്റ് അവിടെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ നമുക്ക് കയറുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. നല്ല തിരക്കൊക്കെ കണ്ടിട്ടോ ഇവിടെ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ദക്ഷിണ ബോട്ടിൻ്റെ മോർണിംഗ് 8 AM 5 PM ക്ലോസിങ് ടൈം. ഫ്രണ്ടിലെ ഗേറ്റ് ആട്ടോ. കണ്ടില്ലേ, വേസ്റ്റ് ബോക്സൊക്കെ ഉണ്ട്. ടൈമിങ്ങിൻ്റെ സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുണ്ടോ വണ്ടി. നമ്മളുള്ളിലേക്ക് കണ്ടില്ലേ, ഫുള്ള് വെട്ടുകല്ലാണ് ഉള്ളിൽ. കണ്ടില്ലേ, നമ്മൾ ടിപ്പുവിൻ്റെ കോട്ട കണ്ട പോലെ തന്നെയാണ് സംഭവം. അതുപോലത്തെ ഒരു വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. കയറുമ്പോൾ വേറൊരു എൻട്രൻസ് ആണ് ഇവിടെ. കണ്ടില്ലേ, നമ്മൾ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിനാണ്ട് ഇറങ്ങിച്ചെല്ലാനൊക്കെ പറ്റും കേട്ടോ. അടിക്ക് അവിടെ നിന്ന് കയറാനും പറ്റും. എന്തായാലും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് കാണാൻ.
ഇപ്പം എൻട്രൻസിൽ പൈസ ഒന്നും കൊടുക്കുന്ന ഡീറ്റെയിൽ ഒന്നും കൂടെ കൊടുത്തിട്ടില്ല കേട്ടോ. അത് പുറത്തേക്കുള്ള പോവാ. കണ്ടില്ലേ, കോട്ടറ ഉള്ളിലേക്ക് നമ്മൾ കവാടത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടെ ഫീസൊന്നും ഇല്ല കേട്ടോ. അവിടെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് ഇരുട്ടാട്ടോ. കണ്ടില്ലേ, മേലെ കണ്ടില്ലേ ഫുള്ള് വെട്ടുകല്ലാണ്. കണ്ടില്ലേ, മുകൾ വശമാണെങ്കിൽ കണ്ടില്ലേ ഫുള്ള് വെട്ടുകല്ലിൻ്റെ കാണാം. നല്ല അടിപൊളി വർക്കാണ്. ഫുള്ള് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഉണ്ടോ? അപ്പോൾ ഗൈസ്, ഇതിൽ നമുക്ക് കയറണമെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫ്രീ ആണ് ഇവിടെ എൻട്രൻസ്. ഇപ്പം ടൈമിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഫുൾ വെറൈറ്റി സംഭവങ്ങളാണ്. കണ്ടില്ലേ, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നമുക്ക്. ഇപ്പം 4 ഭാഗത്തും ഓരോരോ വർക്കുകളുണ്ട്. എടാ, ഇതിൻ്റെ അടിയിലേക്കൊക്കെ ഇറങ്ങാടാ. ഇതിൻ്റെ അടിയിൽ ഇറങ്ങാം, ഗുഹ ഉണ്ട് ഇവിടെ. അപ്പം എന്തായാലും മൊത്തത്തിൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. ജയിലാണ്, ലോക്കല്ലേ. അപ്പോൾ ഗൈസ്, നമ്മളൊരു സൈഡിൽ നിന്ന് തുടങ്ങാൻ വെച്ചിട്ടാ. നിങ്ങളിപ്പോൾ ഈ സൈഡിലേക്ക് പോവാണ്. കണ്ടില്ലേ, ഇത് മറ്റേ വ്യൂ പോയിന്റ് ആട്ടത്. സൈഡ് കണ്ടില്ലേ, എന്നാലും ഫുള്ളും കരികല്ലും കൊണ്ട്, കരിങ്കല്ലല്ല വെട്ടുകല്ലേ. ഓരോരോ അറകൾ കണ്ടിട്ടുണ്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. കേരള. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ കൊടുത്തതിന് നമുക്ക് താഴെത്താട്ടോ, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, ഫുള്ളും വെറൈറ്റി വർക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കോട്ടർ മേലെ കയറാൻ പറ്റില്ല തോന്നുന്നുണ്ട്. നമ്മൾ മേലെ നിന്ന് ചാടിട്ടോ. தெரியாது. പിന്നെ വേറെ കോട്ട ഇവിടെ കുറൊക്കെ നശിച്ചു പോയിരിക്കട്ടെ. അവിടെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നാശം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ എന്തോ സംഭവങ്ങളുണ്ട്. കണ്ടില്ലേ, ഓരോരോ കുഴികൾ. ഇതാ, പിന്നെ അവിടെ എന്തൊരു അമ്പലം കാണാണ്ട് കേട്ടോ. ആ അമ്പലത്തിനവിടേക്ക് ഒന്ന് പോയേക്കാം നമുക്ക്.
ഇതാ കണ്ടില്ലേ, ഈ സൈഡിലേക്ക് വന്നിട്ട് ഒരു അമ്പലമുണ്ട്. നമുക്ക് എന്തിൻ്റെ അമ്പലമാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങോട്ട് പോയി നോക്കാം. ഇതാ അമ്പലം കണ്ടില്ലേ. ആണ് അമ്പലം. ഒരു മരത്തിൻ്റെ അടിയിൽ കണ്ടില്ലേ മണിയൊക്കെ വെച്ചിട്ട്. അമ്പലം അവിടെ കുറേയൊക്കെ തകർന്നടിഞ്ഞ് കിടക്കട്ടോ. അപ്പോൾ അതാ ഈ ഭാഗത്തൊരു വലിയൊരു കിണറൊക്കെ കാണാണ്ട് കേട്ടോ. അവിടെ കിണർ, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഇതൊരു തുരങ്കം പോലത്തെ എന്തോ സാധനമാണ് ഇറങ്ങുന്നത്. ഭയങ്കര കിണറാട്ടോ. വെള്ളമുണ്ട് കേട്ടോ കിണറ്റിൽ. വെള്ളമുണ്ട് അത്യാവശ്യം. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇറങ്ങാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ ഭാഷ അറിയാത്തതിൻ്റെ കുറേ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അതിന്മേൽ കയറിയപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. കണ്ടില്ലേ, ഇതാ കിണറ്റിലേക്കുള്ളൊരു വഴിയാണ്. കണ്ടില്ലേ, ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളിതുപോലെ നേരത്തെ നമുക്ക് കയറിയപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കയറാൻ പാടില്ല എന്നത്. മലയാളത്തിലായില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല ഇത്. ഇവിടെ പിന്നെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പാടില്ല. ഇരിക്കാനൊക്കെ അടിപൊളി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, കല്ല് ഇതിപ്പം നിർമ്മിച്ചാണ്, പഴയതല്ല, പുതിയ തന്നെ. കണ്ടില്ലേ, ഒരുപാട് പേര് കൂടി ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇരിക്കാൻ പറ്റി. നല്ല വെട്ടുകല്ലാണത്, ഇരിക്കാൻ പറ്റിയ കല്ല. കണ്ടില്ലേ, ഒരു അമ്പലം കണ്ടില്ലേ. അമ്പലം വെറൈറ്റി അമ്പലം തന്നെയാണ്. അപ്പോൾ ഗൈസ് അവിടെ കുറേയൊക്കെ തകർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ നിർമ്മിക്കുന്ന കൊണ്ട് കുറേ പുതിയതായിട്ട് തകർന്ന ഭാഗങ്ങളൊക്കെ കെട്ടി നിർമ്മിക്കുന്നുണ്ട്. ഈ തകർന്ന വശത്തൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ കുറേ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എങ്ങനെയൊന്നും കറക്റ്റ് അറിയില്ല, ആര് നിർമ്മിച്ചാണ് എങ്ങനെയാണെന്ന്. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് ഭയങ്കര വ്യത്യാസമുണ്ട്. കന്നഡയാണ് കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം പോയിട്ട്. ഉണ്ടോ, അമ്മ അതിൻ്റെ ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹിന്ദിയിലാണ് കൊടുത്തിരുന്നത്. ആർട്ടിയോജിക്കൽ സർവേ ഇന്ത്യ. ചരിത്രമാണിത്, കയറിക്കോളൂ. അപ്പോൾ നമ്മൾ മേലേക്ക് കയറിയിട്ടാ. മേലെ അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. ഫുള്ള് തകർന്നിരിക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ, ഒരുപാട് പേരും ഇങ്ങോട്ട് വരണ്ടേ. അമ്പോ അവിടെ നോക്കടാ. അങ്ങനെ നമ്മൾ അതിൻ്റെ കാഴ്ചകൾ കണ്ട്. അമ്പലമല്ല, അത് ചെറിയൊരു പ്രതിഷ്ഠ പോലെ വെച്ചെടുക്കാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച് ചെറിയൊരു ഏരിയ ഉള്ളൂന്ന്, പക്ഷേ ഇതിനുള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം തന്നെ കാണാണ്ട്. പിന്നെ പകുതി ഭൂരിഭാഗവും തകർന്നടിച്ചാണ്. എന്താണെന്ന് സംഭവം അറിയില്ല, യുദ്ധത്തിൻ്റെ ആണോ എന്നറിയില്ല. കുറേയൊക്കെ കോട്ടകൾ തകർന്നുണ്ട്, മതിലുകളൊക്കെ തകർന്നുണ്ട് ഇവിടെ. പിന്നെ കുറേ പേര് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇരിക്കണതിൻ്റെ.
അപ്പം ഇനി നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ സ്ഥലത്തെത്തിട്ടോ, ഇതിൻ്റെ സെൻട്രൽ പോർഷനിലെത്തി. ഇതേപോലെ ഞാൻ അവിടെ ഫുള്ളും തകർന്ന് കിടക്കുന്നതാണ്. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. കണ്ടോ, എന്താ അവിടെ എന്താ വിശേഷം? ആ ഇതേപോലെ തന്നെയല്ല അവിടെയും. ആ അങ്ങോട്ട് പോവാം നമുക്ക്. അപ്പോൾ നമ്മളിത് അതിൻ്റെ മേലെ കൂടെ നടക്കട്ടോ. പുള്ളി റേറ്റ് കേട്ടോ കാണാൻ തന്നെ. നമ്മൾ ഡീറ്റെയിൽ കുറേ കൊടുത്തിട്ടുണ്ട്, നമുക്കത് പോയി നോക്കാം. വേണ്ട ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സർക്കിൾ ഡയമണ്ട്. ഇത്തിരി ഡേഞ്ചറാന്ന് പറയുന്നത് ഇവിടെ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ അടിപൊളി വേറെ ഭാഗങ്ങളുണ്ട് കേട്ടോ. കണ്ടില്ലേ, റൈറ്റിൽ ഇതെല്ലാം ഇത് സെൻറ്റർ ഭാഗമാട്ടെ. അതിൻ്റെ അവിടെ കണ്ടില്ലേ ഫുള്ള് വർക്ക് ചെയ്ത് തീർക്കാണ്. സ്റ്റേജ് പോകുന്നുണ്ട്, എന്തോ പ്രോഗ്രാമൊക്കെ നടത്തുന്നത് കണ്ടില്ലേ, സെൻട്രൽ പോർഷൻ. നമ്മൾ ഇത് ഫുള്ള് കണ്ണ് ടയേർഡാവുകയാണ്. കണ്ടില്ലേ, അത്യാവശ്യം തന്നെ കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ, വേറെ അറകൾ കുറേ ഉണ്ട് കേട്ടോ. വെറൈറ്റി അറകളാണ്. വേറെ അങ്ങോട്ടൊക്കെ വേണ്ടില്ലേ കുറേ ഉണ്ട് കേട്ടോ സംഭവം. ഇതൊക്കെ ഇപ്പോൾ അടുത്തുണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതേ ഞാനങ്ങനെ വരാം. കുറേ വെറൈറ്റി ആയിട്ട് ഇതിനൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അതല്ലേ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഞങ്ങൾ ക്ലോസ് ചെയ്ത് തീർക്കണ സംഭവം എന്താ സംഭവം എന്ന് അറിയില്ല. ಹಲೋ ವಿಡಿಯೋ ಕಾಲ್ ಹೋಗ ವಿಡಿಯೋ ಕಾಲ್ ಮಾಡಿ അത് അങ്ങനെ നമ്മൾ മേലേക്ക് കയറിയിട്ടാ. കുറേ പേര് അവിടെ റീൽസൊക്കെ എടുക്കണം. പിന്നെ ഈ ഭാഗത്ത് വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ കണ്ടില്ലേ? അത് കൂടുതലായിട്ട് തകർന്നതാണ് ഈ സംഭവം. പിന്നെ അത് വർക്ക് ചെയ്തിട്ട് ഡെവലപ്പാക്കി എടുക്കുകയാണ്. കുറേ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്തായാലും മൊത്തത്തിലൊരു വെറൈറ്റി സംഭവം തന്നെയാണ്, കണ്ടില്ലേ? രണ്ട് കിണറുണ്ട് കേട്ടോ, ഒന്ന് അവിടെയുണ്ട് ഒന്ന് ഇവിടെയുണ്ട്. ഇതിൽ വെള്ളം ഉണ്ടോ നോക്കട്ടെ. ഇതിൽ വെള്ളം കുറവാണ്. അങ്ങനെ മൊത്തത്തിലൊരു വെറൈറ്റിയാണ് കാണാൻ. അവിടെ കണ്ടില്ലേ? അവിടെയും ഞാൻ ഇറങ്ങിയില്ലേ കിടങ്ങിൻ്റെ ഉള്ളിക്ക്. അവിടെ ഇറങ്ങിയേ അല്ല, അവിടെ ഒന്നുണ്ട് അതുപോലെ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഉള്ളിലത്തെ കാഴ്ചകൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെതാ കുറേ പേര് റീൽസ് ചെയ്യുന്നു ഇവിടെ, കണ്ടില്ലേ? ഫുൾ കളർഫുള്ളാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ കുറേയൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. മലയാളികൾ അധികം ഇല്ല ഇവിടെ നിന്ന്. അപ്പോൾ ഒരു വെറൈറ്റി കേട്ടോ. അതെ ആ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പുറത്തേക്ക് വന്നു കേട്ടോ, എല്ലാ കാഴ്ചകളും കണ്ടിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടയേർഡായി നമ്മൾ. അല്ലേ മതിലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പവും ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളിലത്തെ ഏകദേശം കാഴ്ചകൾ കണ്ടു കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് എടുത്തില്ല കേട്ടോ, കാരണം നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ മലയാളം കൊടുത്തില്ല, ഇംഗ്ലീഷാണ് കൊടുത്തിരുന്നത്. കണ്ടില്ലേ? ദിസ് ഇസ് വാണ്ട് ബീൻ എലക്ട്രിക് ടു നാഷണൽ ഇമ്പോർട്ട്മെൻറ്റ് അണ്ടർ ആരാടെ കോട്ടയാണെന്ന് ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ അപ് ടു എന്തോ എന്തായാലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ആക്കിയതാണത്, അതായത് ചരിത്രമാണത്. പിന്നെ ഇത് ആരുടെ കോട്ടയെന്നല്ലേ അറിയുന്നില്ല. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് അത്രയ്ക്ക് തന്നെ ഉള്ളൂ ക്വാർട്ടർ വിശേഷങ്ങൾ. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.